വിശദമായി നമ്മൾ കടക്കുകയാണ് വാർത്തകളിലേക്ക്, രാവിലെയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഗാസയിലേക്ക് തന്നെ പോകാം. വീണ്ടും ഇസ്രായേൽ ബന്ദികളുടേത് എന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ മാറിപ്പോയി. വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലെത്തിയ 3 മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്ക് പിന്നാലെ ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഗാസയിൽ തുടർച്ചയായ 5ാം ദിവസവും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഖാൻ യൂസിൽ നടന്ന വ്യോമാക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, 18 ദിവസം മാത്രമാണ് ഈ വെടിനിർത്തൽ കരാർ നീണ്ടു നിന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനിടയിലും അവിടെ ഇവിടെയും ഒക്കെ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഹമാസ് കരാർ ലംഘിച്ചു എന്ന ആരോപണത്തിന്മേലാണ് ശക്തമായ രീതിയിൽ വീണ്ടും ആക്രമണങ്ങൾ ഇസ്രായേൽ തുടങ്ങിയത്. അത് ഈ 13 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോഴിതാ വീണ്ടും ഈ മൃതദേഹങ്ങൾ കൈമാറിയതിൽ അത് മാറിപ്പോയിരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രശ്നം കൂടി സംഭവിച്ചിരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക് കടക്കാം മിഥുൻ. അലിയ, തീർച്ചയായും. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും അശാന്തിയുടെ രാത്രികൾ തന്നെയാണ് ഇത്തരത്തിൽ ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് അതേ രീതിയിൽ തന്നെ വീണ്ടും കാര്യങ്ങൾ മാറിമറിയുന്ന സ്ഥിതിവിശേഷമാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ 5 ദിവസമായി കൂട്ടക്കുരുതി വീണ്ടും ഉണ്ടാകുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം. കഴിഞ്ഞ ദിവസവും ഈ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. പ്രത്യേകിച്ച് ഖാൻ യൂനിസിന് നേരെയാണ് ഈ ആക്രമണം കൂടുതൽ ഇസ്രായേൽ സേന കടുപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തെക്കൻ ഗാസയിലും സമാനമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത്. ഹമാസ് ഈ ബന്ദി കൈമാറ്റങ്ങളിൽ, അതായത് മൃതദേഹാവശിഷ്ടങ്ങൾ തിരികെ നൽകുന്നില്ല, 13 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും നൽകാനുണ്ട് എന്നുള്ളൊരു അവകാശവാദമാണ് ഇസ്രായേൽ സേന നൽകുന്നത്. പക്ഷേ അതിൽ ഈ ഒരു ആക്രമണം നമ്മൾ നേരത്തെ ആരും സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ 18 ദിവസം നീണ്ടു നിന്നുവെങ്കിൽ പോലും തന്നെ ചിലയിടങ്ങളിലൊക്കെ ഈ ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കൈ നൽകുന്നതിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനൊരു ആരോപണം ഹമാസിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വരികയും ഒപ്പം തന്നെ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. പിന്നാലെ ഹമാസ് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ 3 മൃതദേഹങ്ങൾ കൈമാറിയത്. ആ 3 മൃതദേഹങ്ങളിൽ ചില ആരോപണങ്ങൾ അന്ന് തന്നെ ഇത്തരത്തിൽ ഇസ്രായേൽ ചൂണ്ടിക്കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതായത് മുൻപ് നൽകിയ മൃതദേഹങ്ങളുടെ ചില മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളല്ല നൽകിയിരിക്കുന്നത് എന്നുള്ള ആരോപണമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ചില പരിശോധനയ്ക്കായി ഇവർ ഇത് മാറ്റുകയും ചെയ്ത് അതിന്റെ പരിശോധനാ ഫലം ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തു വന്നത്. അതിൽ ഈ 3 മൃതദേഹങ്ങളും തങ്ങളുടേതല്ല, അതായത് തങ്ങളുടെ പൗരന്മാരുടേതല്ല എന്നുള്ള ഒരു അവകാശവാദമാണ് ഇപ്പോൾ അവർ ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ എന്ത് നടപടിയായിരിക്കാൻ ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഹമാസിന്റെ പ്രതികരണം ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, വലിയ ആക്രമണം നടന്ന മേഖലയാണ് ഗാസ എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ ഈ മൃതദേഹ ഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. അവിടെ ഈ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നിരവധി ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ നീക്കി വേണം ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഇപ്പോഴും ഹമാസ് പറയുന്നത് 7ഓളം മൃതദേഹം മാത്രമാണ് നമ്മുടെ പക്കലുള്ളത്, ബാക്കി ഇസ്രായേലിന്റെ അവകാശവാദമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് 13 പേരുടെ മൃതദേഹങ്ങൾ ഇനി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതാണ് വ്യവസ്ഥ മുന്നോട്ട് വെച്ചത്. അതായത് ഈ കരാർ പ്രകാരം പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന് ഈ ബന്ദി കൈമാറ്റമൊക്കെ തന്നെയായിരുന്നു. ആ വ്യവസ്ഥ ഹമാസ് പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ നടപടിയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവ നൽകേണ്ടത് ഹമാസിന്റെ ചുമതല കൂടിയാണ്. സാഹചര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി ഇസ്രായേൽ ഈ ആക്രമണം കടുപ്പിക്കുക തന്നെയായിരിക്കും സ്വാഭാവികമായും ചെയ്യാൻ പോകുന്നത്. ഇതിനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃതദേഹം മാറിപ്പോയ സാഹചര്യത്തിൽ ഇനി എന്ത് നടപടി ഇസ്രായേൽ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കൂടുതലായ രീതിയിൽ ഈ ആക്രമണം നടത്തുക തന്നെയായിരിക്കാം ചെയ്യുക. അതിനപ്പുറം എന്താണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ ചെയ്യാൻ പോകുന്നത്? അതായത് ഏതെങ്കിലും ഒരു കാരണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെയെങ്കിലും ഈ ആക്രമണം കടുപ്പിക്കാനാകുമല്ലോ സ്വാഭാവികമായും ഇസ്രായേൽ ശ്രമിക്കുക. തീർച്ചയായും അതിലൊരു ലക്ഷ്യം എന്തായാലും ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പലവട്ടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു വെസ്റ്റ് ബാങ്ക് അത് തങ്ങളുടെ ഭാഗമാക്കും, വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കും, വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിൽ ഇസ്രായേൽ സേന പൂർണ്ണമായും വളയുകയും അത് തങ്ങളുടെ ഭാഗമാക്കി മാറ്റുമെന്നും പലതവണ ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്. അവിടെയും ഇപ്പോൾ വ്യാപകമായ രീതിയിലുള്ള ഒരു ചില ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങളുമൊക്കെ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ടാങ്കർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളുമൊക്കെ അവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള
കാര്യമാണ്. അതായത് കാൻ യൂണിസിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ വെസ്റ്റ് ബാങ്കിലും സമാനമായ രീതിയിലുള്ള നടപടി ഇസ്രായേൽ സ്വീകരിക്കുന്നതിന് പിന്നിൽ ഈ ലക്ഷ്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ഈ മേഖലയിൽ US ഏർപ്പെടുത്തിയ സൈനിക വ്യൂഹമുണ്ട്. 200ഓളം സൈനികരെ അവിടെ, അതായത് പല മേഖലയിൽ നിന്നുള്ള, അതായത് ഖത്തറും മറ്റ് ഈജിപ്റ്റ് ഇത്തരത്തിൽ US-ന്റെ സൈനിക ക്യാമ്പുകളിൽ നിന്നുള്ള ട്രൂപ്പുകളെയായിരുന്നു ഇവിടെ വിന്യസിച്ചിരുന്നത്. അവരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ കൺമുൻപിലാണ് ഇപ്പോഴും ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരു 18 ദിവസത്തെ ഒരു പ്രഖ്യാപിത വെടിനിർത്തൽ കരാറിന് ശേഷം വീണ്ടും ശക്തമായ രീതിയിൽ ഇസ്രായേലിന്റെ ആക്രമണം നടന്ന ഘട്ടത്തിൽ പോലും US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ ആ ഘട്ടത്തിൽ പോലും പ്രതികരിച്ചത് ഈ സമാധാന കരാർ വിജയകരമായിരിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്, US വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു വിശ്വാസമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ആക്രമണം വീണ്ടും ശക്തമായി കഴിഞ്ഞതിന് ശേഷവും US-ന്റെ പ്രതികരണം സമാനമായ രീതിയിൽ തന്നെയാണോ? അത് സംബന്ധിച്ച്, അതായത് ഇപ്പോഴത്തെ ആക്രമണത്തെ മായി ബന്ധപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇത്തരത്തിൽ US സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കണം, ഒപ്പം തന്നെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള ധാരണകളിലേക്കും ഒക്കെ എത്തണം. നിലവിലെ സാഹചര്യം അത് അതിസങ്കീർണമായി പോകുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തണമെന്നുള്ള ആവശ്യം ഖത്തറിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ JD വാൻസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കരാറിൽ ഏർപ്പെട്ടു എങ്കിൽ പോലും തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണവും സംഭവങ്ങളും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാനാകില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തു. അതിനർത്ഥം US അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ ആക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ പ്രതികരണവും വന്നത് നമ്മൾ കണ്ടതാണ്. അതായത് അമേരിക്കയുടെ അനുമതി ലഭിച്ചതിന് ശേഷം അമേരിക്കയെ ഇക്കാര്യം കൃത്യമായി ധരിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് തങ്ങൾ ഇറങ്ങിയത് എന്നുള്ള ഒരു കാര്യം ഇസ്രായേൽ പറയുകയും ചെയ്യുന്നു. പക്ഷേ അത് സംബന്ധിച്ച് അത് തള്ളാനോ അല്ലെങ്കിൽ കൊള്ളാനോ ഇതുവരെയും US അതിൻ്റെ ഒരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലോ അല്ലെങ്കിൽ JD വാൻസ് ആയാലോ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ തുടർച്ചയായ 5ാം ദിവസവും ഗാസ മുൻപ് കണ്ടുകൊണ്ട് വന്നിരുന്ന രീതിയിലുള്ള കുട്ടക്കുരുതിയിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ്. അതായത് സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് കരുതി തിരികെ വന്ന പലസ്തീൻ ജനത വീണ്ടും ഈ ഒരു കൂട്ടക്കുരുതിക്ക് സാക്ഷിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. വീണ്ടും അതിരൂക്ഷമായിട്ടുള്ള ബോംബിംഗ് അവിടെ ഉണ്ടാകുന്നു. പല മേഖലകളിലും ഇതേ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതേ രീതിയിൽ പലരും പലായനം ചെയ്തു വിടുന്ന് പോയതാണ്. തങ്ങളുടെ സ്വത്തുക്കളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ മരിച്ചു വീഴുന്നത് കണ്ട് തങ്ങളുടെ ജീവൻ കയ്യിൽ എഴുതിക്കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്തു പോയതാണ്. സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോയവരാണ്. അവിടെ നിന്ന് വീണ്ടും ഈ ഒരു 20 ദിന കരാർ ട്രംപ് മുന്നോട്ട് വെക്കുന്നു. ആ കരാർ ഇരു പ്രതിനിധികളും അംഗീകരിച്ചതിന് ശേഷം ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് കരുതി തിരികെ വന്നവരാണ്. അവരാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ദുരന്തത്തിന് സാക്ഷിയാവുന്നു എന്നുള്ളതാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം. അതിൽ എന്ത് നടപടികൾ ഇനി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, 2ാം ഘട്ട ചർച്ചകൾക്ക് ഇതിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ സമാനമായ രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും തന്നെ അത് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു തരത്തിലും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ ഈ ആക്രമണ ശ്രമങ്ങൾ എങ്ങനെയായിരിക്കാം 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ ഉള്ള ചർച്ചകളെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2ാം ഘട്ടത്തിൽ ഈ ഹമാസിന്റെ നിരായുധീകരണമായിരുന്നു ഏറെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ടിയിരുന്നത്. പക്ഷേ അതിലൊക്കെ ഇനി എന്ത് നടപടി ഹമാസിന്റെ പക്കൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അത്തരത്തിലുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും ഈ ഗാസ സമാധാന പദ്ധതിയും അതിന്മേലുണ്ടായ കരാറും വ്യവസ്ഥകളും എല്ലാം ഇപ്പോൾ ജലരേഖ പോലെ ആയിരിക്കുകയാണ്. മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 90% ജനതയും അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടവരാണ്. 90% കെട്ടിടങ്ങളും തകർന്നടിഞ്ഞതാണ്. അവശേഷിക്കുന്ന ജനതയ്ക്ക് മേലുള്ള ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടും ഇരിക്കുന്നു.